എടാ സോമ, പക്ഷിപ്പനിക്കുള്ള പ്രതിരോധ മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് എന്നായി? സർക്കാർ കാര്യമല്ല സഹിച്ചേട്ടാ, വന്നാ വന്നു. അതെ, ആ കെമിക്കൽ ഏറ്റിയ പേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഞാൻ ഒന്ന് പറിക്കാം. അയ്യോ എന്റെ പൊന്നു സോമ വേണ്ട. നീ കഴിഞ്ഞ ദിവസം തന്നെ ഇല കടിച്ചിട്ടെന്റെ കണ്ടനാളം മുതൽ കുണ്ടിഭാഗം വരെ കഴിച്ചു കൊണം വന്നുപോയി. എന്റെ കയ്യിലേ ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്ത നല്ല ബെസ്റ്റ് ക്ലാസ് പേസ്റ്റ് ഉണ്ട്, എനിക്കത് മതി. പക്ഷെ പല്ലിന് ഇതൊക്കെ തന്നെ ബെസ്റ്റ്. ഓ വേണ്ട. എവിടെയൊക്കെയാണ് പേപ്പർ ഇടുന്നത്? അജിനോമോട്ടോളുണ്ടായവനെ അയ്യോ ഈ കാലവടലിട്ടാണ് ഈറുകൊണ്ട് നല്ല ഉന്നോളാതാ. ഒന്ന് പോടോ. എടാ സോമ എല്ലാം പറ്റിയാടാ? ഒന്നുമില്ല, നടുവിനെ ചെറിയൊരു പിടുത്തം. ആ ഇതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ പല്ലിന് കൊള്ളാം, എല്ലിന് കേടാ. ആ ആ എന്റെയൊക്കെ പരസ്യം വായിക്കാനല്ലേ ഞാൻ കാശ് കൊടുത്ത് പത്രം വാങ്ങുന്നത്. അമ്മേ അമ്മേ എന്നതാടാ? അമ്മ ഇവിടെ ഇത്ര സ്ഥലം കിടന്നിട്ട് മാവിന്റെ ചോടിട്ട് നമുക്ക് ചവറെത്തിക്കാൻ പറ്റത്തുള്ളോ? അത് നീ നട്ട് വളർത്തിയതൊന്നും അല്ലല്ലോ, അത് തന്നെ ഇവിടെ മുളച്ചു വന്നല്ലയോ? ഈശ്വര, എന്റെ മാവ്. ഓ ഈ തവി. ആഹാ, മാവ് പൂക്കുറ്റി പോലും പൊങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വെള്ളപ്പം എന്താണേലും കലക്കും. എന്നോട്ടാണോ അമ്മ ഓടിയത്? ഇപ്പൊ മനസ്സിലായി ഞാൻ വീടിന്റെ അകത്ത് ടൈലിടാത്ത എന്താന്ന്. ഇല്ലെങ്കിൽ നീ ഇവിടെ മുഴുവൻ ടൈലൊട്ടിച്ച് അങ്ങ് താജ്മഹലാക്കിയേനെ. ഒന്ന് പോയടേ ഇറക്ക. ആ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ഇല്ലടാ, ഇന്നത്തെ വേലിയേറ്റത്തിൽ പൊങ്ങിയതാ. എനിക്ക് അറിഞ്ഞുകൂടെ നിന്നെ? തേങ്ങാവെള്ളവും ചെറുപഴവും അരച്ച് ചേർത്തേക്കുന്നേ. ഇനി അതിന്റെ പേരിൽ വെള്ളപ്പം കഴിക്കാതിരിക്കണ്ട. എടുത്തോന്നോ? പുറത്ത് കൊടുത്ത 8 രൂപ കിട്ടുന്ന മുട്ട എടുത്തിട്ട് അവന്റെ പിള്ളേര് കളി. എന്നതാടാ ഇത്? ആരെ കാണിക്കാനാടാ അവന്റെ ഒരു കൃതാവ്. ഓ നോക്കണ്ട. നീ സൈഡിലേക്കല്ലേ? കേറ്. വേണ്ട സച്ചേട്ടാ, ഞാൻ ഇന്നലെ മൊത്തം ഇരിപ്പായിരുന്നു. നല്ലൊരു നടപ്പ് കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഉണ്ടല്ലോ, ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ദേവൻസ് കാറ്ററിംഗ് ചോദിച്ചാൽ മതി. പെട്ടെന്ന് വേണം, നല്ല നടപ്പുണ്ട്. നിങ്ങളെ ബൈക്ക് അങ്ങോട്ട് വെച്ചു, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകും. കൂടെ നീ ഒറ്റക്കങ്ങോട്ട് നടന്നാൽ മതി. ബൈക്കൊക്കെ ചേച്ചി എന്താ പറഞ്ഞു? വയറായിരിക്കും. പരം ചേട്ടാ നമസ്കാരം. അയ്യോ സോമ, ഇന്ന് ചില്ലറക്കായിട്ടില്ല. അതിന് ചില്ലറ ആര് ചോദിച്ചു? കൊള്ളാലോ. ചില്ലറക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. വിഷം തളിച്ച പച്ചക്കറിയാണെന്ന് പറഞ്ഞേ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കത്തില്ല. വെറും പാഴ്. വിഷമടിച്ച പച്ചക്കറിയാണോ പൊന്നപ്പ? പിന്നെ അയ്യോ അതൊക്കെ വെറുതെ ചുമ്മാ അന്ധവിശ്വാസമാ. ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ആ മലി ഒരു ചട്ടി കൂടി. 2 ചട്ടി അങ്ങ് ഇരിക്കണ്ട. മലി നിനക്ക് 2 ചട്ടി തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഓ ഇല്ലണ്ണേ. ഇല്ലല്ലോ. എനിക്ക് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ചട്ടി കൊണ്ടുപോവാ. ആ ശരി. ഓ വലിയണ്ട ചുമക്കത്രക്കെ പോരാ. സാധകം ചെയ്യണം. സോമം വരുന്നുണ്ട്, വലിക്കണ കാണണ്ട. സോമനല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. ആ താൻ അനുഭവിച്ചോ. ബീഡിയാ ജൈവം. ജൈവത്തെണ്ടി. പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരും ഉണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റ് എന്ത് തോന്നുന്നു? ഓ എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമുഴ 2 കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശിൽ കലക്കി ഒഴിച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി.
നീ മാറിക്കേ. ഇവരുടെയൊക്കെ അഭിപ്രായം ആലോചിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെത്തിക്കളയാം ഈ ഭാഗം അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണ് അല്ലേ? ചെത്തിക്കളഞ്ഞാൽ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ സോമൻ പറഞ്ഞല്ലേ നമ്മൾ മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. കറക്റ്റ്. സാർ ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയാണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്നു പരിസ്ഥിതി സോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കട്ട് ചെയ്യണം. പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ. ഈ എ സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ? ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാം. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലാണ് ശരിയാണല്ലോ. ഓഫീസർ. ആള് കൊള്ളാലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കയറി വരുമോ? ഏയ്, നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിന് പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. എടാ, ഒരു അടിപ്പാവടയും കൂടെ ഉണ്ടേ. സാരി, പാവാട, ബ്ലൗസും ഉണ്ട്. ഇങ്ങനെ 1050 സാധനം ഇട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? വല്ല നൈറ്റ് ഇട്ട് കിടന്നാ പോരെ? എന്നാ നാളെ മുതൽ ഞാൻ നൈറ്റ് ഇട്ടോളാം. എന്നിട്ട് നിനക്കൊരു ലോഹയും മേടിച്ചു തരാം. അതാകുമ്പോ പിന്നെ പാൻറ് ഷർട്ടും വലിച്ചു കയറ്റി കഷ്ടപ്പെടണ്ടല്ലോ. ഫോൺ അടിക്കുന്നുണ്ട്, ചെല്ല്. ഫോൺ അടിക്കുന്നെന്ന്. ഒരു പാവാടക്കാരി. ഹലോ, ആരാ? ഇത് സോമൻ സാറിന്റെ വീടല്ലേ? ഇതെന്റെ വീടാ. അവൻ തന്നെ ഒരു അധികപ്പറ്റ. മോളേതാ? ഞാൻ സോമൻ സാറിന്റെ ഒരു ആരാധികയാണ്. സാറിന് കൊടുക്കോ? അയ്യോ, ഇപ്പൊ ഒരെണ്ണം കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ക്ഷീണം മാറിയിട്ട് പോരെ? ആണോ? എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതായിരിക്കും നല്ലത്. അവനെ തുണി അലക്കുക. എടാ, എന്റെ ഒരു ആരാധിക വിളിച്ചത്. അയ്യോ, എന്നിട്ട് എന്നെന്താ വിളിക്കാഞ്ഞേ? എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ, സോമൻ സാറല്ലേ? ഹലോ, കുട്ടിക്ക് എന്നെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഞാൻ ജബ്ബാർക്കയോട് ചോദിച്ചു വാങ്ങിച്ചതാ. അത് നന്നായി. അതെന്നാ? അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചാലേ സണ്ണി എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും. അവനാളത്ര പഠിപ്പല്ല. സാറിനപ്പൊ ചെറിയ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടല്ലേ? പൊസസീവ്നെസ്സോ? എനിക്ക് കുട്ടിയുടെ പേര് കൂടി അറിഞ്ഞൂടെ പിന്നെ? സത്യം പറ, സാർ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാവും. കുട്ടിയുടെ പേരെന്തായിരുന്നു? ശാലിനി. ശാലിനി. ബേബി ശാലിനിയാണോ? ബേബി ഇല്ലാത്ത ശാലിനി.